Hi friends, welcome to Sindhu's Curry World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ്. മാങ്ങാ പുഡിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 ലിറ്റർ പാൽ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മാങ്ങയുടെ പൾപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ലപോലെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നാരൊന്നും പെടരുത്. നാരില്ലാത്ത മാങ്ങയാണ്, നല്ല നീളം മാങ്ങയാണ്. പിന്നെ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പാൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ ജലാറ്റിനോ അഗറോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഈ കോൺഫ്ലവർ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ മാങ്ങയുടെ പൾപ്പ് അതും ചേർത്ത് കൊടുക്കാം. ഇത് 2 മാങ്ങയുടെ ഇത് നല്ല പഴുത്ത മാങ്ങയാണ്, നീലം മാങ്ങയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. കാരണം മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാലും മാമ്പഴത്തിൻ്റെ മിക്സും കൂടെ ഞാൻ നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് വേഗം തിളച്ച് കുറുകി വന്നോളും. അപ്പോൾ ഒന്ന് ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ കുറുക്ക് പാലും മാങ്ങയുമായിട്ടുള്ള മാമ്പഴത്തിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും വീഡിയോസ് ഫുള്ളായി കണ്ടോളാം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു ചില്ലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ ഷേപ്പിന് വേണ്ടിയിട്ട് 2 എണ്ണം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കും ഒരു 6 മണിക്കൂർ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇതിൽ തന്നെ സ്പൂൺ കൊണ്ട് തന്നെ കോരി എടുക്കണം. അതല്ല നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും തിക്നെസ് ഉള്ള പാത്രം എടുക്കരുത്, ചെറിയ പാത്രത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ. സെറ്റായിട്ടുണ്ട്. മതി കേടാക്കല്ല, അതിനനുസരിച്ചുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തോളൂ കേട്ടോ. Bye. Thanks for watching.